എറണാകുളം സെൻട്രൽ ACP ആയിരുന്ന ജയകുമാറാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ച ഉദ്യോഗസ്ഥൻ. അദ്ദേഹം മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് പോയി. പക്ഷേ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആദ്യം തന്നെ ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ശ്രീ PV കുഞ്ഞികൃഷ്ണൻ സാറ് അദ്ദേഹം അന്നേരം തന്നെ ഒരു ഉത്തരവിട്ടു. അതായത് ഒരു മാധ്യമപ്രവർത്തകൻ്റെയും ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് അധികാരമില്ല. അത് തക്കതായ കാരണമില്ലാതെ പിടിച്ചെടുത്തതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചൊരു ഇടക്കാല ജഡ്ജ്മെൻറ്റ് അദ്ദേഹം അന്ന് കോടതി ശരിക്ക് ശകാരിക്കുകയും അവസാനം ഈ ഫോൺ ഫോറൻസിക് ലാബിൽ നിന്നെടുത്ത് ഈ ഹർജിക്കാരനായ എനിക്ക് തരാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഷാജൻ സ്കറിയ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ളവരുടെ ഫോണും മറ്റ് ഗാഡ്ജറ്റ്സുകളും പിടിച്ചെടുക്കാൻ പോലീസിന് എന്താണ് അധികാരമുള്ളത്? നമസ്കാരം. മറുനാടൻ എഡിറ്റർ ഇൻ ചീഫ് ഷാജൻ സ്കറിയയുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം പിടിച്ചെടുത്ത മാധ്യമപ്രവർത്തകൻ്റെ മൊബൈൽ ഫോൺ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് തിരികെ നൽകി. മംഗളം പത്തനംതിട്ട ജില്ലാ ലേഖകൻ G വിശാഖൻ്റെ ഫോണാണ് 10 മാസത്തിന് ശേഷം ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ ACP ഓഫീസിൽ നിന്ന് വിശാഖൻ ഫോൺ ഇന്ന് രാവിലെ തിരികെ വാങ്ങി. നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഫോറൻസിക് ലാബിലേക്ക് അയച്ച പോലീസിന് ഹൈക്കോടതി വിധി തിരിച്ചടിയായിരുന്നു. 1 മാസത്തിനുള്ളിൽ ഫോൺ ഫോറൻസിക് ലാബിൽ നിന്ന് എടുത്ത് ഹർജിക്കാരന് തിരികെ നൽകാൻ ഹൈക്കോടതി എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മംഗളം പത്തനംതിട്ട ജില്ലാ ലേഖകൻ ഓമല്ലൂർ ഉജ്ജയിനിയിൽ G വിശാഖൻ അഡ്വക്കേറ്റ് D അനിൽകുമാർ മുഖേന നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിൻ്റേതായിരുന്നു ഉത്തരവ്. ഇതോടെ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കൂടി പോലീസിനും സർക്കാരിനും കനത്ത തിരിച്ചടി നേരിട്ടു. ഈ വിധി അനുസരിച്ചാണ് വിശാഖന് ഇപ്പോൾ ഫോൺ തിരികെ കിട്ടുന്നത്. PV ശ്രീനിജൻ MLA നൽകിയ പരാതിയിൽ എളമക്കര പോലീസ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിശാഖൻ്റെ മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട SHO ആയിരുന്ന ജിബു ജോൺ പിടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം ജൂലൈ 3-നാണ് വിശാഖൻ്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ഫോൺ നിയമം ലംഘിച്ച് പിടിച്ചെടുക്കുകയും ചെയ്തത്. പോലീസ് പീഡനം ആരോപിച്ചും പ്രതിയല്ലാത്ത തൻ്റെ ഫോൺ പിടിച്ചെടുത്തു എന്ന് കാണിച്ചും വിശാഖൻ ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കേസിൽ പ്രതിയല്ലാത്തയാളുടെ ഫോൺ പിടിച്ചെടുത്തതിനെ നിശിതമായി വിമർശിക്കുകയും പത്രപ്രവർത്തകന് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ സംബന്ധിച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്തു. ഹർജിക്കാരൻ കേസിൽ പ്രതിയല്ലെന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും ഫോൺ ആവശ്യമില്ലെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ച് ഫോൺ തിരികെ എടുക്കാമെന്ന് ഹൈക്കോടതി നവംബർ 8-ന് ഉത്തരവിട്ടിരുന്നു. ഇതനുസരിച്ച് ഡിസംബർ 22-ന് വിശാഖൻ സെഷൻസ് കോടതിയിൽ ഫോൺ തിരികെ കിട്ടാൻ ആവശ്യപ്പെട്ട് ഹർജി നൽകി. എന്നാൽ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചുവെന്ന് കാട്ടി ഡിസംബർ 30-ന് ഹർജി തീർപ്പാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഹൈക്കോടതി വിധി നവംബർ 8-ന് വന്നതിന് പിന്നാലെ 9-ാം തീയതി തിരക്കിട്ട് ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ അപേക്ഷ നൽകിയെന്നും നവംബർ 16-ന് കോടതി അനുമതിയോടെ അത് അയച്ചുവെന്നും വ്യക്തമായി. ഇത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ സെൻട്രൽ ACPയുടെ അധികാര ദുർവിനിയോഗമാണെന്നും കാട്ടിയാണ് വിശാഖൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. എളമക്കര പോലീസ് സ്റ്റേഷനിലെ കേസുമായി ഈ ഫോണിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ അതിന്മേൽ ഒരു ഫോറൻസിക് പരിശോധനയുടെയും ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഫോൺ ഫോറൻസിക് ലാബിൽ നിന്ന് കാലതാമസം കൂടാതെ തിരികെ എടുത്ത് ഹർജിക്കാരന് കൈമാറാൻ ബാധ്യസ്ഥനാണ്. 4 ആഴ്ചയ്ക്കകം ഫോൺ തിരികെ എടുത്ത് ഹർജിക്കാരന് കൈമാറണമെന്നും കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. ഈ കോടതി വിധി പത്രപ്രവർത്തക സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഹർജിക്കാരനായ G വിശാഖൻ പ്രതികരിച്ചു. ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കും മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തടയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ സംശയിക്കപ്പെടുന്നു എന്ന് വരുത്തി തീർത്ത് മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയും കോൾ വിവരങ്ങൾ എടുക്കുകയും അതിലൂടെ സ്രോതസ് കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് സർക്കാരും പോലീസും ചെയ്യുന്നത്. ഇത്തരമൊരു നടപടി ഏറെ നാളായി ഈ സമൂഹത്തിൽ കണ്ടുവരികയാണ്. ഇതോടെ മാധ്യമപ്രവർത്തകന് ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഒരാളെങ്കിലും ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ വരും നാളുകളിൽ എല്ലാവർക്കും ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാകേണ്ടി വരും. നിയമം ലംഘിച്ച് വീട് റെയ്ഡ് ചെയ്തവർക്കും അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള നിയമ നടപടി തുടരുമെന്നും വിശാഖൻ പറഞ്ഞു.